അപ്പോൾ സായ നമുക്കപ്പോൾ ഇനി അങ്ങോട്ടുണ്ട്. സായ ഉത്രാട ദിവസമാണ്, അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ നമ്മുടെ റിപ്പോർട്ടേഴ്സിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് പോകണം. സായിക്ക് അതിൽ ആരെങ്കിലും അറിയാമോ എന്ന് കൂടി നോക്കാം നമുക്ക്. വാർത്ത വായിക്കാൻ അറിയില്ല, പ്രശ്നമാണ്. ചോദ്യം ചോദിക്കാൻ അറിയാമോ സായ? അപ്പോ ഞാൻ വാർത്ത വായിക്കും, സായ ചോദ്യം ചോദിക്കും. ആ രീതിയിൽ ആ ഒരു എഗ്രിമെന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് മലയാളികളൊക്കെ. സദ്യ ഒരുക്കണം, ഓണക്കോടി വാങ്ങണം, അങ്ങനെ നാട് നഗരവും ഉത്സവ ലഹരിയിലാണ്. എല്ലായിടത്തു നിന്നുമുള്ള വിശേഷങ്ങൾ നമുക്ക് ഒന്നിച്ച് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. പ്രേക്ഷകർക്ക് ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ റിപ്പോർട്ടേഴ്സ് സംഘം തയ്യാറാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് അരുൺ സോളമൻ, ചാല മാർക്കറ്റിൽ നിന്ന് അഞ്ജന, കൊല്ലം നഗരത്തിൽ നിന്ന് ദിലീപ് ദേവസ്യ, പത്തനംതിട്ട മാർക്കറ്റിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ, കൊച്ചി തൃപ്പൂണിത്തുറയിൽ നിന്ന് അലി അക്ബർ ഷാ, തൃശ്ശൂരിൽ ഉത്രാട ദിവസത്തിൽ കുമ്മാട്ടി ഇറങ്ങുന്ന പുതൂർക്കരയിൽ നിന്ന് ജയ്സൺ, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് ശരത്ത്. സ്പീഡ് കുറയ്ക്കാൻ, ഞാൻ ഇത് ഈ സ്പീഡിൽ പോയാലേ ആ ഒരു ഓളം കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നമുക്കപ്പോ ആദ്യം അഞ്ജനയിലേക്ക് പോകാം. ചോദ്യം ചോദിക്കുന്നല്ലേ പറഞ്ഞത്? അഞ്ജന തയ്യാറാണ്. അഞ്ജന, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിപ്പോ ഒരാൾ കൂടി ഉണ്ട്. അയാളാണ് ചോദ്യം ചോദിക്കുന്നത്. കണ്ടു സുജയ. ഇഷ്ടപ്പെട്ടോ? ഗുഡ് ഈവനിങ് സായ. ഗുഡ് ഈവനിങ്. ഇഷ്ടപ്പെട്ടു. അപ്പൊ ചോദിച്ചോളൂ. ഹലോ അഞ്ജന, എന്നെ മനസ്സിലായോ? ഞാൻ സായ. അഞ്ജന സെറ്റ് മുണ്ട് നോക്കി വന്നിട്ട് അതീവ സുന്ദരിയായിരിക്കുന്നല്ലോ. എവിടെയാണ് നിൽക്കുന്നത്? താങ്ക് യു സായ, താങ്ക് യു. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ചാല മാർക്കറ്റിലാണ്. സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര തിരക്ക് തന്നെയാണ് ഇവിടെ. നമ്മളൊരു 2:45 ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഒരു ഉച്ചമയക്കത്തിന്റെ ആലസ്യമൊക്കെ ഈ ചാല മാർക്കറ്റിനും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 3:45 കഴിഞ്ഞതോടുകൂടി മാർക്കറ്റ് സജീവമായി. പൂക്കടകളാവട്ടെ, ഡ്രസ്സ് കടകളാവട്ടെ, പച്ചക്കറി ചന്തകളാവട്ടെ, എല്ലായിടത്തും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പൂക്കളാണ്. പൂവില്ലാണ്ട്, പൂക്കളമില്ലാണ്ട് ഒരു ഓണം പോലും ഇല്ല. 10 ദിവസമായി നമ്മൾ അടുപ്പിച്ച് പൂക്കളം ഒരുക്കുകയാണ്. അപ്പൊ നാളെയാണ് പൂക്കളം ഒരുക്കാനുള്ള അവസാന ദിവസം. ഏറ്റവും വലിയ പൂക്കളം, ഏറ്റവും മനോഹരമായ പൂക്കളം ഒരുക്കേണ്ടത് നാളെയാണ്. അപ്പൊ അതിനുവേണ്ട എല്ലാ പൂക്കളും നമ്മുടെ ചാല മാർക്കറ്റിലുമുണ്ട്. ചുവന്ന റോസുകളാവട്ടെ, ബന്ദിപ്പൂക്കളാവട്ടെ, വാടാമല്ലി ആവട്ടെ, എല്ലാം ഇവിടെ ഉണ്ട്. ചേട്ടാ, വലിയ പൂക്കളമാണ് ഇടേണ്ടത്. വില എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വളരെ മോശമാണ്. തിരക്ക് അത്ര കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഉത്രാടപ്പാച്ചിലൊന്നുള്ള സംവിധാനമില്ല. വണ്ടികളുടെ തിരക്ക് മാത്രമേ ഉള്ളൂ. ആളുകളുടെ സാധനം വാങ്ങിക്കാൻ വരുന്നതിൻ്റെ തിരക്ക് വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഉത്രാടപ്പാച്ചിലെന്ന് പറയുന്നത് ഇങ്ങനെയല്ല. വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു കച്ചവടം നടന്നുകൊണ്ട് പോകുന്നതാണ്. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, റെയറായിട്ട് വന്ന ആളുകൾ സാധനം വാങ്ങിക്കുന്നതല്ലാതെ ഇങ്ങനെ തിക്കി നിരക്കി സാധനം വാങ്ങിക്കുന്ന ഒരു സംവിധാനത്തിലില്ല. സുജയ ചേട്ടൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള തിരക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിലിനില്ല എന്നാണ് പറയുന്നത്. എന്നാലും പൂക്കൾക്കൊക്കെ എന്നാലും അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തിരക്കുണ്ടോ എന്ന് അഞ്ജന, അവിടെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ തിരക്കുണ്ടോ എന്ന് അഞ്ജനെ ഒന്ന് തിരക്കി നിൽക്ക്. ഞങ്ങൾക്കും കുറച്ച് തിരക്കുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? ക്ഷീണിച്ച് കാണുമല്ലോ. കുറച്ച് വിശ്രമിക്കാം. അപ്പോൾ എനിക്ക് സായയ്ക്ക് വിശ്രമിക്കാൻ, ഒപ്പം പ്രേക്ഷകരും കാത്തിരുന്നോളൂ. ഇനിയും കുറേ സർപ്രൈസസ് വരുന്നുണ്ട്. സായക്കുട്ടി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി ആൻഡ് സായയാണ്. ഞങ്ങൾ തിരിച്ചെത്താം ഒരു ചെറിയ